നമസ്കാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങാനായിട്ട് അമേരിക്ക ഇപ്പോൾ സർവ്വരീതിയിലും കിണഞ്ഞിങ്ങനെ പരിശ്രമിക്കുന്നതിനിടയിലാണ് ഇസ്രായേലിനെ ഒരു കാരണവശാലും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഫലസ്തീൻ ജനത രംഗത്തെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് തന്നെ ആയിരിക്കാം ഫലസ്തീനിൽ നിന്നുള്ള ഹമാസ് അല്ലാത്ത മറ്റൊരു സംഘം ഇസ്രായേലിനുള്ളിലേക്ക് തന്നെ ഇപ്പോൾ ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു വലിയ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ കൂടുതൽ ഫലസ്തീനികൾ യുദ്ധത്തിന് സജ്ജരായി ഇറങ്ങുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിൻ്റെ IDF മുൻ ജനറലായ ഒരു വ്യക്തി വിശദമായിട്ട് തന്നെ പറഞ്ഞൊരു കാര്യം, ഹമാസ് ഇപ്പോൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ് എന്നതാണ്. കൂടുതൽ ഫലസ്തീനികൾ ഹമാസിലേക്ക് ഇപ്പോൾ ആകൃഷ്ടരാവുകയാണ് എന്നതാണ്. ആയിരക്കണക്കിന് പേർ പുതുതായിട്ട് ഇപ്പോൾ ഹമാസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആക്രമണങ്ങൾ പല ഭാഗത്തു നിന്നും ഒരേ സമയം നടത്താനായിട്ട് കഴിയുമെന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നിരുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത, അത് ഫലസ്തീനിൽ തന്നെ മറ്റൊരു സായുധ ഗ്രൂപ്പ് അഷ്കലോൺ എന്ന ഇസ്രായേലിൻ്റെ തുറമുഖ നഗരത്തിലേക്ക് വലിയ രീതിയിൽ മിസൈൽ ആക്രമണം നടത്തി എന്നതാണ്. അതായത് ഇസ്രായേലിനെതിരെ അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ നടത്താൻ ഫലസ്തീനികൾ സ്വയം സജ്ജരായി രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ നഗരമായ ഈ പറയുന്ന അഷ്കലോൺ എന്ന തുറമുഖ നഗരത്ത് അവിടെ ഹമാസ് അല്ല ഈ ആക്രമണം നടത്തിയത് എന്നതാണ്. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന നിലയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്തുന്ന ആളുകൾ എല്ലാവരും തന്നെ കരുതുന്നത്. അവരെല്ലാവരും തന്നെ ആ വാർത്തകൾ കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇസ്രായേലും അതോടൊപ്പം തന്നെ ഹമാസും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ഇസ്രായേൽ ഗാസ യുദ്ധമെന്ന് പോലും ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മാധ്യമങ്ങൾ അത് പിന്നീട് മാറ്റി ഹമാസ് യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന നിലയിലേക്ക് ആക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധമാണിത്. അതിൽ ഫലസ്തീനികളെല്ലാം തന്നെ ഹമാസ് അല്ല, അങ്ങനെ ഒരു ഭീതി അത് പൊതുവിൽ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർ പ്രയോഗിക്കുന്ന രീതിയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഈ ഹമാസ് വേറെയാണ്, ഫലസ്തീനികൾ വേറെ എന്ന നിലയിലായിരുന്നു ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്രയും നാളുകൾ, അതും ഒരു വർഷക്കാലമോളമായിട്ട് ഇങ്ങനെ ഇസ്രായേലിൻ്റെ ഈ അതിക്രൂരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന ഫലസ്തീനികൾ അവർ പതിയെ ഇസ്രായേലിനെതിരായ സായുധ ഗ്രൂപ്പുകളുമായിട്ട് ചേർന്നുകൊണ്ട് ഇപ്പോൾ ആക്രമണങ്ങൾ ശക്തമാക്കുന്നതിനൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളൊക്കെ തന്നെ വർദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇസ്രായേലിൻ്റെ തന്നെ ഏജൻസികൾ അവർ പലപ്പോഴായിട്ട് പറയുന്ന കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 17,000-ഓളം ഹമാസിൻ്റെ തന്നെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ആകെ പരമാവധി 50,000 ആളുകളെ ഹമാസിനുള്ളൂ എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പൊതുവെ പുറത്തു വന്നിരുന്നത്. നമ്മളെല്ലാവരും തന്നെ അത് കേട്ടിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിനെതിരെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ അത് ഹമാസ് നടത്തുകയാണെന്നതാണ്. അതായത് ഈ പറയുന്ന തെക്കൻ ഗാസയിലും അതോടൊപ്പം തന്നെ വടക്കൻ ഗാസയിലും ഒരേ സമയം ഇസ്രായേലിൻ്റെ കരയുദ്ധത്തിനെതിരെയാണ് ഇപ്പോൾ ഹമാസ് വലിയ രീതിയിൽ ആക്രമണം ഇപ്പോൾ അഴിച്ചുവിടുന്നത്. വ്യോമാക്രമണമല്ല, കരയാക്രമണമാണ്. അങ്ങനെ കരയുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഈ പറയുന്ന മെർക്കാവ ടാങ്കുകളുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ യുദ്ധത്തിന് പങ്കെടുക്കുന്ന സൈനികരൊക്കെ തന്നെ വലിയ രീതിയിൽ ഹമാസ് ഇപ്പോൾ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം അർത്ഥം ഹമാസിൻ്റെ അംഗസംഖ്യ അത് കുറഞ്ഞെന്ന് ഇസ്രായേൽ പറയുന്ന അതേ സമയത്ത് തന്നെയാണ് അനേകം ഇരട്ടിയായിട്ട് അത് വർദ്ധിക്കുന്ന വിധത്തിലേക്ക് പോലും ഇപ്പോൾ ആളുകൾ ഹമാസിനൊപ്പം തന്നെ ചേരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഫലസ്തീനിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ ഹമാസ് അല്ലാതെയുള്ള പല സായുധ ഗ്രൂപ്പുകളും അവർ ഫലസ്തീനിലുണ്ട്. അതായത് ഫലസ്തീനിലുള്ള ജനങ്ങളുടെ ആ ദുരിതം കണ്ടുകൊണ്ട് സായുധ മാർഗങ്ങളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്ന നിരവധിയായിട്ടുള്ള ഫലസ്തീനികൾ അവിടെ ഉണ്ട്. കാരണം ഒരു വർഷത്തോളമായിട്ട് അവർക്ക് സമാധാനം നശിച്ചു, അവരുടെ സ്വസ്ഥത നശിച്ചു, തങ്ങളുടെ പ്രിയപ്പെട്ടവർ തൊട്ടുമുന്നിൽ മരണപ്പെട്ട് വീഴുന്നത് കാണുകയാണവർ. അതിൽ തന്നെ സ്ത്രീകളുണ്ട്, അതോടൊപ്പം തന്നെ കുട്ടികളുണ്ട്. അങ്ങനെ അനേകായിരത്തോളം കുടുംബങ്ങൾ അവിടെ ഇങ്ങനെ ഭിന്നമായി ചിന്നിച്ചിതറുകയാണ്. അതോടൊപ്പം ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയുണ്ടായി, അവരുടെ ബന്ധുക്കളെ നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട, സ്വൈര്യജീവിതം നഷ്ടപ്പെട്ട് അവിടെ ജനങ്ങൾ വലയുകയാണ്. ഇനി ഏത് നിമിഷവും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ കഴിയുകയാണ്. അതിനപ്പുറത്തേക്ക് 24 മണിക്കൂറും ഇങ്ങനെ യുദ്ധമുനമ്പിൽ ഭയന്ന് നിന്നുകൊണ്ട് അവിടെയുള്ള ഈ ജനങ്ങളുടെയൊക്കെ തന്നെ മനസ്സ് വല്ലാതെ തന്നെ മാറിയിട്ടുണ്ട്, അസ്വസ്ഥമായിട്ടുണ്ട്. അവിടെയാണ് ഈ ഫലസ്തീൻ്റെ പുതിയ സായുധ ഗ്രൂപ്പുകൾ ഇപ്പോൾ സജീവമായിരിക്കുന്നത്.
ഇസ്രായേൽ അധീന വെസ്റ്റ് ബാങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ജെനിൻ നഗരമെന്ന് പറയുന്നത്. ഈ ജെനിൻ നഗരത്തിലേക്ക് ഇസ്രായേൽ സൈന്യം ഒരു ദിവസം പെട്ടെന്ന് ഇരച്ചു കയറുകയും ശക്തമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. അവിടെ ഹമാസിൻ്റെ ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ ഫലസ്തീന് തന്നെ സായുധ ഗ്രൂപ്പുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ രീതിയിൽ ആക്രമണം ഉണ്ടായത്. എന്നാൽ 10 ദിവസത്തെ ആക്രമണത്തിന് ശേഷം, വെറും 10 ദിവസത്തെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ സൈന്യത്തിന് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതിനുള്ള കാരണം ഹമാസ് ആയിരുന്നില്ല, മറിച്ച് അവിടുത്തെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ തന്നെ ആക്രമണം നടത്തിയത് അവിടെ ഫലസ്തീനിൽ നിന്നുള്ള മറ്റു ചില സായുധ ഗ്രൂപ്പുകളാണ്. അവർ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ സൈനികർ തമ്പടിച്ചിരുന്ന ഭാഗങ്ങളിൽ ആക്രമണം നടത്തി, കാർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നു, മറ്റുള്ള പല സംവിധാനങ്ങളും അവിടെ സ്ഥാപിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടെ നടത്തിയത്. ഇങ്ങനെ ഇസ്രായേൽ സൈന്യം സായുധമായിട്ട് കരയുദ്ധത്തിൽ മുന്നേറുമ്പോൾ അതിശക്തമായി തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി അവിടെ നിന്നും തിരിച്ചു വരികയാണ്. അങ്ങനെയാണ് ഇസ്രായേൽ സൈന്യത്തിന് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത്. സമാനമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേലും അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പുതിയ ചില സായുധ ഗ്രൂപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ രംഗത്ത് വരികയാണ്. അവർ ഇസ്രായേലിന് നേരെ ശക്തമായിട്ട് കയറി അടിക്കുകയാണ്, വലിയ രീതിയിൽ ആക്രമിക്കുകയാണ്. ഇസ്രായേലിലെ ഈ അഷ്കലോണിലേക്കാണ് ഇപ്പോൾ ഒരു ആക്രമണവും അവിടെ നടന്നിരിക്കുന്നത്. ആ റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിലേക്ക് എത്തിയെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ആക്രമണത്തിന് തൊട്ട് പിന്നാലെ മണിക്കൂറുകളോളം ഇസ്രായേൽ നഗരങ്ങളിൽ സൈറണുകൾ പോലും നിശ്ചലമാകാതെ നിർത്താതെ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അവിടുത്തെയുള്ള ജനങ്ങൾ പാനിക്കായി, അവർ പരിഭ്രാന്തരായി. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു വ്യോമാക്രമണം ഇതിന് പിന്നാലെ ഉണ്ടാകുമോ എന്ന് അവിടുത്തെ ജനങ്ങൾ പോലും ഭയപ്പാടോടുകൂടിയാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവിടെ കുറേ മണിക്കൂറുകളോളം ഇങ്ങനെ പരിഭ്രാന്തി ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടും. ഈ റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ, ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ, അതും വടക്കൻ ഇസ്രായേലിലേക്ക് തന്നെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് അവിടെ തന്നെ ഏതാണ്ട് 1,30,000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പലരെയും കൂട്ടപാലായനത്തിന് പോലും വിധേയരാക്കിയെന്നാണ് ഈ സമീപ ദിവസങ്ങളിൽ ഇസ്രായേലിലെ തന്നെ ചില സർവേ റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ തന്നെ ഇപ്പോൾ ഇസ്രായേലിൽ തന്നെ വലിയ രീതിയിലുള്ള വിഷയമായി തന്നെ നിലനിൽക്കുമ്പോഴാണ് കൂടുതൽ ആക്രമണങ്ങൾ, വലിയ രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ടെൽ അവീവ് നഗരത്തിലെ ഒരു ജൂതപ്പള്ളിക്ക് സമീപം ഒരു ചാവേർ ആക്രമണം, ഒരു ചാവേർ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഹമാസ് തന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്ന അതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയാണ്, അതായത് ഇസ്രായേൽ ജോർദാൻ അതിർത്തി, ആ അതിർത്തി ഭേദിച്ചുകൊണ്ട് ഒരു ട്രക്ക് ഡ്രൈവർ ഒരു ട്രക്ക് ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഓടിച്ചു കയറ്റുകയും അതോടൊപ്പം തന്നെ അവിടെ സുരക്ഷാ സേനയിൽ ഉണ്ടായിരുന്ന 3ഓളം ഇസ്രായേൽ സൈനികരെ അവരെ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങളും ഉണ്ടായി. അതുപോലെ നിരവധി സംഭവങ്ങൾ ഇസ്രായേലിനുള്ളിൽ ഇങ്ങനെ ജനതയെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിലും അതുപോലെ തന്നെ തങ്ങളുടെ സുരക്ഷ നഷ്ടപ്പെടുന്നു ഈ രാജ്യത്തെ എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കാണ് ഈ ആക്രമണവും ഇപ്പോൾ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് ഭീതി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരിൽ ഒരു ആശങ്ക ഉണ്ടാക്കുക, അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെ ദുഃഖകരമാക്കുക, അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതത്വ ബോധത്തെക്കുറിച്ച് വലിയ രീതിയിൽ പേടി ഉണ്ടാക്കുക. അങ്ങനെ ഇസ്രായേൽ ജനതയ്ക്ക് നേരെ വലിയ തോതിലുള്ള ഭീതി ഉളവാക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളാണ് ഈ പുതിയ ഗ്രൂപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ വാർത്താ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ സർവേ റിപ്പോർട്ടിലൊക്കെ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യവും. ഫലസ്തീനിലെ ജനങ്ങൾ മുഴുവൻ അവസാനിച്ചു, അല്ലെങ്കിൽ ഹമാസ് തീർന്നു എന്നൊക്കെ തന്നെ പറയുന്ന വാദങ്ങൾ ഒരു വശത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ, മറുവശത്താകട്ടെ ഹമാസ് ശക്തരായി തന്നെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതലായിട്ട് രംഗത്തെത്തുകയാണ്. ഇതോടെ ഇസ്രായേലിനും ഇപ്പോൾ വലിയ തോതിലുള്ള വാശിയും ദേഷ്യവും അതോടൊപ്പം തന്നെ പ്രകോപനവും ഉണ്ടായിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇസ്രായേൽ ഹമാസിന്റെ ചില കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. കാരണം ഓൾറെഡി ഗാസയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തുന്നുണ്ട്. അതിലൂടെ തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നുണ്ട്. അതിന് പിന്നാലെ ഗാസയിലെ പ്രത്യേക മേഖലകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളോട് നിങ്ങൾ ഉടൻ തന്നെ പലായനം ചെയ്യണമെന്ന് IDF ഉത്തരവിട്ടതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് 3 ലക്ഷത്തോളം പേർ ഇപ്പോഴത്തെ ഈ IDFന്റെ ഉത്തരവനുസരിച്ച് അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വരും. കാരണം ഇസ്രായേൽ വീണ്ടും ഗാസയെ ശക്തമായി ആക്രമിക്കുകയാണ്. ശക്തമായിട്ട് ആക്രമിക്കുകയാണ് ഈ ഒരു പ്രകോപനത്തിന് പിന്നാലെ എന്നുള്ള വിവരവും ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരു വശത്ത് അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ അത് ആ ഒരു സമീപനം ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടി ഫലസ്തീനിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ ശക്തമാക്കുന്നു. അങ്ങനെ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഫലസ്തീനിൽ നിന്ന് അവിടുത്തെ ഫലസ്തീൻ ജനത തന്നെ ഇസ്രായേലിനെതിരെ തിരിയുന്ന സാഹചര്യം, കൂടുതൽ ശക്തമായിട്ട് അവർ തിരിച്ചടിക്കാൻ രംഗത്ത് വരുന്നു എന്നുള്ള ഒരു സാഹചര്യം.
അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇസ്രായേലിൽ പല ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നു. ഇതിന് സൂചനയായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അലഷ്കോണിലേക്ക് ആക്രമണം നേരിടേണ്ടി വരുന്നു. ഇത് ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് അത് കൂടുതൽ വ്യാപിക്കുക തന്നെ ചെയ്യും. കാരണം ഇസ്രായേൽ ഇങ്ങനെ കൂടുതൽ സൈനിക ശക്തി ഉപയോഗിക്കുമ്പോൾ ഈ ഫലസ്തീനികൾ ഇവർ ഈ പറയുന്ന ചെറിയ ഗ്രൂപ്പുകളുടെയൊക്കെ ഭാഗമായിക്കൊണ്ട് കൂടുതൽ പ്രത്യാക്രമണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു യുദ്ധ സാഹചര്യം അത് സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനെ അതിജീവിക്കാൻ യാതൊരു വഴിയുമില്ലാതെ ഈ യുദ്ധത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്കായിട്ട് ശ്രമം നടത്തുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഇതെല്ലാം കണ്ട് നോക്കി നിൽക്കുന്ന അവസ്ഥയാണ്. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ എത്രത്തോളം മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയാലും ഗാസയിൽ വെടിനിർത്തൽ നടപ്പാകാതെ ഇസ്രായേൽ സൈന്യം പരിപൂർണമായിട്ട് പിന്മാറാതെ ഒരു വിധത്തിലുള്ള പ്രശ്നപരിഹാരവും ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇതിലേക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഈ ആക്രമണ സൂചനകളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകും തോറും ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇസ്രായേലിനുള്ളിൽ ആഭ്യന്തര സംഘർഷം അത് അതീവ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സ്ഥിതിഗതി ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫലസ്തീനും അതോടൊപ്പം തന്നെ ഗാസയ്ക്കും ഒക്കെ തന്നെ സംഭവിച്ചതുപോലെയുള്ള കൂടുതൽ നാശനഷ്ടങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേലിന് ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.